എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കൊളസ്ട്രോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ രാജേഷ് മുരളീധരൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, കൊളസ്ട്രോൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണെന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ശരീരത്തിലെ പല അടിസ്ഥാന ഘടകങ്ങളും ഉണ്ടാകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന സാധനമാണ് കൊളസ്ട്രോൾ. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ സെൽ മെംബ്രെയിൻ, അതായത് ഈ കോശങ്ങളുടെ ഭിത്തികൾ, പ്രധാനപ്പെട്ട പല ഹോർമോണുകൾ, തലയിലെ പല ഞരമ്പിൻ്റെ പല ഘടകങ്ങൾ, അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട പല ഘടകങ്ങളും ഉണ്ടാക്കുന്നതിലെ പ്രധാന ഘടകമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ആ കോമ്പൗണ്ട്. ഇതിൽ ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എന്നൊരു കാറ്റഗറിയെ കുറിച്ച് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ? സാധാരണയായി നമുക്ക് നല്ല കൊളസ്ട്രോൾ, പൊട്ട കൊളസ്ട്രോൾ എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. പൊട്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി LDL കൊളസ്ട്രോൾ. അതിനാണ് നമ്മൾ സാധാരണയായിട്ട് LDL കൊളസ്ട്രോളിനാണ് മോശം കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ HDL കൊളസ്ട്രോൾ. അതായത് നമ്മുടെ രക്തധമനികളിലുള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനും ബ്ലോക്ക് വരുന്നതിനും സാധ്യത കൂടുതലുള്ളത് ഏത് കൊളസ്ട്രോളിൻ്റെ ഘടകം കാരണമാണെന്നുള്ളതാണ് ആ അന്തരത്തിന് ഉള്ള ബേസിസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഈ LDL എന്ന് പറഞ്ഞാൽ സാധാരണ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, അതായത് ഈ കൊളസ്ട്രോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് സാധാരണ രീതിയിൽ നമുക്ക് കൂടുതൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ തലച്ചോറിലെ രക്തധമനികൾ സംബന്ധമായിട്ടുള്ള രക്തക്കുഴൽ ബ്ലോക്കും മറ്റും വരുന്നതിൻ്റെ ചാൻസ് കൂടുതലായിട്ട്. HDL കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ നല്ല കൊളസ്ട്രോളാണ്. അത് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് കൊളസ്ട്രോളിനെ വലിച്ചെടുത്ത് ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലിവറിലേക്ക് കൊണ്ടുവരികയും ലിവറിൽ നിന്ന് നമ്മുടെ പിത്തം വഴി, ബൈൽ വഴി അത് പുറത്ത് കളയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ, കൊളസ്ട്രോളിൻ്റെ ലെവൽ താഴാനുള്ള ചാൻസാണ് കൂടുതലും. HDLൻ്റെ ലെവൽ കൂടുന്തോറും നമുക്ക് ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ വരാനുള്ള ചാൻസ് കുറയും. LDLൻ്റെ കൊളസ്ട്രോൾ കൂടുന്തോറും നമുക്ക് ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ചാൻസ് കൂടും. അതാണ് അതിൻ്റെ ബേസിക് അന്തരം. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് അനൂപ്, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ അനൂപ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. സാർ, എനിക്ക് 31 വയസ്സുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ നമ്മൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് കൈകാല് ഭയങ്കരമായിട്ട് കുഴയുക, കൈകാല് അങ്ങനെ ഇതായിട്ട് കൂടുതലായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് ഇപ്പോൾ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ഇപ്പോൾ എങ്ങനെ? അല്ല, ഈ കൈയും കാലും കുഴയുന്നതും കൊളസ്ട്രോളുമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമല്ല. ഈ കൊളസ്ട്രോളിൻ്റെ ഈ കൈയും കാലും കുഴച്ചിൽ വരണമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ സ്ട്രോക്ക് പോലെ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഈ കൊളസ്ട്രോൾ നമുക്ക് സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ല, കൊളസ്ട്രോൾ കാരണം ഇങ്ങനെ ഒരു അത് വരേണ്ട കാര്യമില്ല. പക്ഷേ കൊളസ്ട്രോളിൻ്റെ ഇല്ല, അങ്ങനത്തെ ഒരു ഇത് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഈ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുന്ന ആൾക്കാർക്ക് മേലുവേദന പോലെയുള്ള പ്രോബ്ലംസ് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടതാണ്. ഈ മയാൾജിയ എന്ന് പറയും, മസിൽ വേദന അല്ലെങ്കിൽ വയ്യായ, ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അത് കൊളസ്ട്രോളിൻ്റെ ഗുളികകളുടെ ഒരു വളരെ റെയറായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ്. മിക്കവാറും ആൾക്കാർക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ കൊളസ്ട്രോൾ കഴിക്കുന്ന ആൾക്കാർക്ക് വല്ലാണ്ട് അമിതമായിട്ടുള്ള മേലുവേദന, മസിൽ വേദന, വല്ലാണ്ട് ക്ഷീണം, മഞ്ഞപ്പിത്തത്തിൻ്റെ പോലത്തെ ബുദ്ധിമുട്ട് ഗുളികയൊന്നും കഴിക്കാറില്ല. അപ്പോൾ കൈകാലം ഭയങ്കരമായിട്ട് ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിളിച്ചിരുന്നു, നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടിയാണ്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എന്റെ അനിയന് കുറെ വർഷമായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ എന്റെ മരുന്ന് സാറ് കുറയുന്നില്ല, യോഗ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്? അത് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയുന്നില്ല, പക്ഷേ കൊളസ്ട്രോൾ ഗുളിക കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, പക്ഷേ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയുന്നില്ല എന്നാണ്. ഭക്ഷണം ക്രമീകരിക്കുന്നുണ്ട് അധികം, പിന്നെ എന്താ കൊഴുപ്പുള്ള ആഹാരങ്ങളും കഴിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയുന്നുണ്ട് സാറേ. ശരി, ഓക്കെ. ഇതൊരു വളരെ കോമൺ ആയിട്ട് വരുന്ന സാധനമാണ്. നമ്മളൊരു കൊളസ്ട്രോളിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ഏറ്റവും ആദ്യം, ഇപ്പോൾ ഗുളിക തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് നോക്കുന്നത് ഡയറ്റ്, എക്സസൈസ്, പിന്നെ നമ്മുടെ
വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, പുക വലിക്കുന്ന ആൾക്കാർ പുക നിർത്തുമ്പോൾ ഇതിലതില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വേണ്ടത്. ഇത് നോക്കിയതിന് ശേഷവും കൊളസ്ട്രോളിൻ്റെ ലെവൽ ഒരു പരിധിയിൽ താഴുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഗുളികകൾക്കുള്ള റോളുള്ളത്. ഗുളികകൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സാധാരണ രീതിയിൽ ഒരു കൊളസ്ട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡോസ് ഒരു 10 മില്ലിഗ്രാം 5-10 മില്ലിഗ്രാം വെച്ച് നോക്കുകയും അതിൽ കുറയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് പിന്നെ കൂട്ടുകയും അല്ലെങ്കിൽ വേറെ ഗുളികകൾ അതിൻ്റെ കൂടെ ചേർക്കുകയും വേണ്ടി വരും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഭക്ഷണവും ഇതും നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരിക്കലും കൺട്രോളിൽ വരാൻ പോകുന്നില്ല. കണ്ടമാനം വെയിറ്റുള്ളതും കഴിക്കുന്നില്ല, എന്നാലും പിന്നെ കൊളസ്ട്രോൾ കുറയുന്നില്ല. അതാണ് പ്രശ്നം. അല്ല, അത് നമുക്ക് ഏത് ഘടകമാണ് കുറയാത്തത്, എന്ത് ഡോസാണ് കഴിക്കുന്നത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡോസും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം. അപ്പോൾ സാറിന് ഇങ്ങനെ ടി വി കണ്ടു മോള് വിളിച്ചപ്പം കഴിക്കുന്നറിയില്ല. അല്ല, ഗുളിക വേണ്ടി വരും എന്തായാലും. പക്ഷേ ഈ രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് ഡയറ്റ്, എക്സസൈസ്. ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ നോർമലായിട്ടുള്ള ഒരാൾക്ക് സാധാരണ ഇതിൽ ഒരു 1/4 മണിക്കൂറാണ് ദിവസവും വ്യായാമം പറയുക. വെയിറ്റ് കുറയ്ക്കുക, കൂടുതലായിട്ട് പൊരിച്ച സാധനങ്ങൾ കുറയ്ക്കുക. എന്താ കേട്ടില്ല? ചെയ്യുന്നുണ്ട്. അല്ല, വ്യായാമം ചെയ്യണം. റെഗുലറായിട്ട് ഒരു 1/4 മണിക്കൂർ വ്യായാമം ചെയ്യുക, പൊരിച്ച സാധനങ്ങളെല്ലാം കുറയ്ക്കുക. ഒപ്പം തന്നെ നമുക്ക് ഗുളികകളും കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുശേഷം പിന്നെ ഈ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ അസോസിയേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഡയബറ്റീസ്, തൈറോയിഡ് അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുളികകളോ മറ്റോ കഴിക്കുന്നുണ്ട്. അത് കാരണം കൊളസ്ട്രോൾ ലെവൽ കൂടി നിൽക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അല്ലാതെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ നോക്കി ഏതാണ് ഇത് നോക്കി അതനുസരിച്ചിട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അബ്ദുൽ സലാം. ഞാൻ എടക്കരയിൽ നിന്ന് സംസാരിക്കുന്നു, മലപ്പുറം ജില്ല. ചോദിച്ചോളൂ. സാറേ, എനിക്ക് കൊളസ്ട്രോൾ ലെവല് 200 ബോർഡറിന് മുകളിലാണ്. 200 to 230 ഒക്കെ വന്നിട്ടുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ ആണോ? ടോട്ടല് അങ്ങനെ വന്നിട്ടുണ്ട്. LDL 129, മറ്റേ HDL 41 അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ അത് ഈ LDL 129 ലേശം കൂടുതലാണ്. 29 കൂടുതലല്ലേ? അത് നമ്മൾ ഒരാളുടെ കൊളസ്ട്രോൾ ലെവൽ നമ്മൾ നോക്കുന്നത് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ ഹാർട്ട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സ്ട്രോക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ രക്തക്കുഴൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ, ഇപ്പോൾ ബൈപ്പാസ് കഴിഞ്ഞാൽ, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് സാധാരണ ലെവലിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെ താഴെ നിർത്തണം. ചിലർ പറയും 100ൻ്റെ LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ താഴെ നിർത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ 70ൻ്റെ താഴെ വരെ കൊണ്ടുപോകാറുണ്ട്. അതേസമയം ഇപ്പം നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 160-190 വരെ LDL കൊളസ്ട്രോൾ വന്നാലും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറില്ല. 190 ആണ് അതിൻ്റെ ഒരു മാക്സിമം കട്ട് ഓഫ് വരുന്നത്. പക്ഷേ 130-160 ഇത് സാധാരണ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വേറെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ സാധാരണ രീതിയിൽ ഗുളികകളോ മറ്റോ തുടങ്ങാറില്ല. പക്ഷേ ഇത് നമ്മളൊരു ഡയറ്റും ലൈഫ് സ്റ്റൈൽ ഡയറ്റ്, അതായത് നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ച് ചിട്ടയായിട്ട് പോകുന്നതിനും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നതിനും മാത്രമല്ല ഇപ്പം വേറെ എന്തെങ്കിലും ദുശീലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും പിന്നെ അതുപോലെ തടിയൊക്കെ കൂടാതെ നോക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു നിമിത്തമായിട്ട് ഈ ഒരു കൊളസ്ട്രോളിനെ ചെക്ക് ചെയ്ത് ഇത് ഉപയോഗിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഗുളികയുടെ ആവശ്യം പ്രഥമ ദൃഷ്ടിയ ഇല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ സാധാരണ ചെയ്തിരുന്ന എനിക്കൊരു പ്രാവശ്യം 275 വന്നിരുന്നു ടോട്ടൽ കൊളസ്ട്രോൾ. അപ്പോൾ നമ്മളെ ഈ തേങ്ങയുടെ ചിരട്ടല്ലേ, ചിരട്ട തിളപ്പിച്ച് വെള്ളം കുടിക്കുമായിരുന്നു. ആ ഒരു മാസം തുടർച്ചയായിട്ട് കുടിച്ചിട്ട് ഇതിങ്ങനെ കൊളസ്ട്രോളിന്റെ ലെവൽ കുറഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം കേടാണെന്നും പറയുന്നത് കേൾക്കാം, ഈ ഇങ്ങനെ ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. അല്ല, ഇതിപ്പം നാച്ചുറലായിട്ടുള്ള പല പരിപാടികളും നമ്മളെല്ലാവരും പലതിലും കേൾക്കാറുണ്ട്. പിന്നെ പല നമ്മുടെ സൈഡ് എഫക്ട് ഉണ്ടോ അത് ആധികാരികമായിട്ടുള്ള പഠനങ്ങളെല്ലാം ആയിട്ട് കുറിച്ചിട്ട് എനിക്ക് അറിവില്ല കേട്ടോ. ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഇപ്പൊ ചോദിച്ചതിനെ കുറിച്ചിട്ട് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനുള്ള ഭക്ഷണ രീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതിപ്പോൾ ഒരു കോൺട്രവേഴ്സി നോക്കാം. അപ്പോൾ വാട്സാപ്പിലൊക്കെ കുറേ മെസ്സേജസ് ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത് ആക്ച്വലി. അതായത് ഇപ്പം ഈ 2015 ഈ അമേരിക്കൻ ഗൈഡ് ലൈൻ, നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ അമേരിക്കൻ ഗൈഡ് ലൈൻസാണ്. കാരണം നമ്മുടെ നാട്ടിലെ റിസർച്ചൊക്കെ കുറവല്ല.
അപ്പോൾ അത് പ്രകാരം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ ആസച്ച്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ ആസച്ച് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളുമായിട്ട് ഒരു ബന്ധം ആധികാരികമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ മുട്ടയുടെ ഉള്ളിലാണ് നമ്മൾ കഴിക്കുന്ന കൊളസ്ട്രോളിൻ്റെ ഘടകം ഏറ്റവും കൂടുതലുള്ളത്, അതിൻ്റെ എസ്പെഷ്യലി ആ മഞ്ഞ ഇതിലുള്ളത്. അപ്പം അങ്ങനത്തെ ഇത് കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നുള്ളതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം ആ 2015 ഇതിൽ വന്നപ്പോൾ എന്ന് വെച്ചാൽ അത് മാറ്റി, ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ ഘടകങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് കുറവാണ്. പക്ഷേ ഇവിടെ വേണം നമ്മുടെ പ്രശ്നം, അതിൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഘടകം മാത്രമാണ്. ഇത് കൂടാതെ ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, അങ്ങനെ പല ഘടകങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന പല സാധനത്തിലും ഈ സാധനമാണ് കൂടുതൽ, ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ഇതായിട്ട് എടുത്ത് കൊളസ്ട്രോൾ എത്ര കഴിച്ചാലും ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാട്സാപ്പിൽ മെസ്സേജൊക്കെ സ്ഥിരം വരുന്നതല്ലേ, ഇങ്ങനെ കൊളസ്ട്രോൾ ഈസ് ഫൈനലി ഔട്ട് ഓഫ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. പക്ഷേ ആ ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്, അതായത് കൊളസ്ട്രോൾ നമ്മൾ കഴിക്കുന്നതുമായിട്ട് ഇതിന് ബന്ധമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു സാധനം പൊരിച്ചത് കഴിക്കുക, അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, പേസ്ട്രി അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, അതിലൊക്കെ എന്താ വെച്ചാൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞ ഘടകമാണ് കൂടുതൽ വരുന്നത്. അത് എപ്പോഴും നമ്മുടെ ശരീരത്തിനുള്ളിൽ കൊളസ്ട്രോൾ കൂട്ടാൻ, LDL കൊളസ്ട്രോൾ കൂട്ടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൊളസ്ട്രോൾ ആസച്ച് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനത്തെ ഘടകങ്ങളാണ് ഒഴിവാക്കേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ വറുത്തതും പൊരിച്ചതാണ് കൂടുതലായിട്ട് ഒഴിവാക്കേണ്ട സാധനങ്ങളായിട്ടുള്ളത്. അപ്പോൾ മത്സ്യം കഴിച്ചോളൂ, പക്ഷേ മത്സ്യം കഴിക്കണേ പ്രശ്നം വെച്ചാൽ മത്സ്യം പൊരിക്കണേ വരെ കറി വെച്ച് കഴിക്കുക, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ കൊളസ്ട്രോളിൻ്റെ ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞൊരു ലെവലുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമുക്ക് ഒരു ഒറ്റ വാക്കിൽ ആൻസർ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ അല്ല. ഒന്ന്. രണ്ടാമത്തെ വെച്ചാൽ ഇതും ഇപ്പോഴത്തെ നമ്മുടെ ഒരു ചികിത്സയിൽ വരുന്നൊരു ചേഞ്ച് ഇൻ കൺസെപ്റ്റാണ് വരുന്നത്. ഇപ്പം പുതിയ ലേറ്റസ്റ്റ് നമ്മുടെ അതിൻ്റെ ഇത് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മുന്നേ ഹാർട്ട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്ത് സംബന്ധമായിട്ടോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ആൾക്ക് റിഗാർഡ്ലെസ് ഓഫ് കൊളസ്ട്രോൾ ലെവൽ ഒരു ഹൈ ഡോസ് ഗുളിക കഴിക്കണം എന്നാണ്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ കൊളസ്ട്രോൾ ലെവൽ എന്ത് തന്നെയായിരുന്നാലും ഗുളിക ഒരു ഫിക്സഡ് ഡോസ് കഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 2013 ഡിസംബർ അവസാനമായപ്പോഴാണ് ഇത് വന്നത്. അതിന് മുന്നേ വരെ നമ്മൾ ചെയ്തെടുത്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ലെവൽ ഓഫ് റിസ്ക്, അതായത് ഒരു ഭാവിയിലൊരു റിസ്ക് വരാനുള്ള ചാൻസ്, ഭാവിയിലൊരു പ്രോബ്ലം വരാനുള്ള ചാൻസ് നമ്മൾ അസസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരുടെയും കൊളസ്ട്രോൾ ലെവൽ സെറ്റ് ചെയ്യുന്നത്. നേരത്തെ നമുക്ക് ഒരു കോളർ ക്വസ്റ്റനാണ് ചോദിച്ചത്. അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പം മുന്നേ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാളായിരിക്കാം. അപ്പോൾ അതിൽ LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ സാധാരണ 70 100 അതേസമയം വേറെ റിസ്ക് ഫാക്ടറൊന്നും ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു 160 ആ റേഞ്ചിലേക്ക് പോയാലും പ്രശ്നങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ ഒരു ഇത് ഇപ്പം നമ്മളത് പ്രാക്ടീസ് ചേഞ്ച് ചെയ്ത് വരുന്നൊരു ഇതാണ്. ഇപ്പോഴത്തെ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മളിപ്പം ഈ ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഒരു നല്ല ഡോസ് ഗുളിക റിഗാർഡ്ലെസ് ഓഫ്, അതായത് കൊളസ്ട്രോൾ ലെവൽ എന്ത് തന്നെയായാലും കഴിക്കണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. വല്ലാണ്ട് കുറഞ്ഞു പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ ഇല്ല. ചെറിയ പഠനങ്ങൾ പലപ്പോഴും അങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയേക്കാം, പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ ഇതാണ്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ പാറശാല ഫ്രണ്ടാണ്. പറഞ്ഞോളൂ സാർ. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ അത് 2-3 തവണ നോക്കിയപ്പോഴേക്കും അത് കൂടുതലായിരുന്നു. അപ്പൊ ഞാന് ഭക്ഷണത്തിൽ അത് ക്രമീകരിച്ചു. അപ്പൊ എന്റെ ശരീരത്തിൽ നല്ല വണ്ണമാണ്. ഒരാളുടെ ഒരു ആശുപത്രിയിലെ സിസ്റ്ററാണ്, അവരെന്നോട് പറഞ്ഞ് ഈ വാഴത്തട കഴിച്ചാൽ നമ്മളെ കൊളസ്ട്രോൾ ഒക്കെ കുറച്ച് കിട്ടുമെന്ന് പറയുന്നത് അത് ഉള്ളതാണ്. വാഴത്തട നീര് എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ കല്ലിന് ഉപയോഗിക്കുന്നില്ല, അതേപോലെ. ഇതിപ്പോൾ ഒരു ആധികാരികമായിട്ടുള്ളൊരു സയൻറ്റിഫിക് ആൻസർ ഇതിന് തരാൻ ബുദ്ധിമുട്ടാണ്, കാരണം അങ്ങനത്തെ ഒരു ആധികാരികമായിട്ടുള്ള പഠനമില്ല. പക്ഷെ അതിപ്പം നമ്മുടെ അതിൻ്റെ അർത്ഥം അത് തെറ്റാന്നല്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ അമ്മയും ഇവരൊക്കെ ചെയ്യുന്ന പല പരിപാടി ഇതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എനിവേ അതൊരു ദോഷം ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നാച്ചുറലായിട്ട് വരുന്നൊരു സാധനമാണ്. പക്ഷേ ആധികാരികമായിട്ട് ഇത് കുറയ്ക്കോ ഇല്ലയോ, എത്ര കുറയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആധികാരികമായിട്ടുള്ള പഠനങ്ങളില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടിയുണ്ട്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് കാസർഗോഡ് അജീഷാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഇത് ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഈ നടക്കുമ്പോൾ നമുക്കൊരു ബാലൻസ് കുറവ്, പിന്നെ ഇറക്കത്തേക്ക് നോക്കുമ്പോ പെട്ടെന്നൊരു കുഴി പോലെ തോന്നുക, നടക്കുമ്പോ വെച്ച് പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തോന്നുന്നത്.
അപ്പൊ ഡോക്ടറുടെ കൊളസ്ട്രോൾ നോക്കിച്ചപ്പോ എന്റെ കൊളസ്ട്രോൾ നോർമലാണ്, 200 210. ഒരു പ്രാവശ്യം നോക്കുമ്പോൾ 210, ഒരു പ്രാവശ്യം നോക്കുമ്പോൾ 200. ടോട്ടൽ കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ. ടോട്ടൽ കൊളസ്ട്രോൾ. അതെ. പക്ഷെ നമുക്ക് കുറച്ചു നേരം തല കുമ്പത്ത് നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തല നിവർത്തി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണിൽ കൂടെ ഇരുട്ട് കയറുന്ന അവസ്ഥയും, പിന്നെ എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് നിന്നോടുന്ന ഒരു ബാലൻസ് കിട്ടാത്ത വിഷയവും, പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഏക്കാനുള്ള വിഷമം, ഏറ്റ് കഴിയുമ്പോൾ ബാലൻസ് പോകുന്ന വിഷയം, അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്. എന്താണ് കാരണം? ഇതിപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒരു കൊളസ്ട്രോൾ കൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം ഒരു ബുദ്ധിമുട്ടോ വരേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ പറയുന്നത് ആദ്യം ന്യൂറോളജിയാണ് കാണിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമ്പോൾ വേച്ച് പോകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്താറ്. ഇത് കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം ചോദിച്ചില്ല മേലുവേദന നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഇതായിട്ട് പറ്റില്ല. കൊളസ്ട്രോളിന് സാധാരണ കൊളസ്ട്രോളുകൊണ്ട് ഇന്ന പ്രശ്നം, ഇപ്പോൾ പനി പോലെ നമുക്ക് കാണിക്കുക, അല്ലെങ്കിൽ ഒരിത് കാണിക്കുക. പക്ഷേ കൊളസ്ട്രോൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ നെഞ്ഞുവേദന, സ്ട്രോക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പക്ഷെ അത് നമുക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ കൂടിയതുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കണ്ടിട്ട് നമുക്കത് ഉണ്ടെന്നുണ്ടെങ്കിൽ 210 എന്നുള്ളത് വലിയൊരു റേഞ്ചായിട്ട് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കും. ടോട്ടൽ കൊളസ്ട്രോളിന് ഇന്നത്തെ കാലത്ത് വാല്യൂ ഇല്ല. നമ്മുടെ എല്ലാ ചികിത്സയും ബേസ് ചെയ്തിരിക്കുന്നത് LDL ഒരു പരിധി വരെ HDL ട്രൈഗ്ലിസറൈഡും വെച്ചിട്ടാണ്. പക്ഷേ എല്ലാം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് LDL കൊളസ്ട്രോൾ വെച്ചിട്ടാണ്. അപ്പോൾ LDL കൊളസ്ട്രോളാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ നോക്കണം. കഴിയുമെന്തും അത് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റിങ്ങിൽ നോക്കുകയാണ് പതിവ്. പക്ഷേ പലർക്കും സാധിക്കില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സാധാരണത്തെ ഒരു ലിപ്പിഡ് പ്രൊഫൈലെങ്കിലും എടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്. ഐഡിയലി ഫാസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ഒരു ഫാമിലിയിൽ അതിൽ മെമ്പേഴ്സ് എത്ര വയസ്സ് മുതലാണ് ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് തുടങ്ങേണ്ടത്? അത് നമുക്ക് പാരമ്പര്യം ഒന്നും എടുക്കണ്ട, റുട്ടീനായിട്ട് എന്താണെന്നുള്ളത് നോക്കാം. സാധാരണയായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ അത് പലരും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ അതിനില്ല. പക്ഷേ ചില ഗൈഡ് ലൈൻ പ്രകാരം 18 വയസ്സ് മുതൽ എന്നാണ്, ചിലർ പറയും 35 വയസ്സ് മുതൽ 30 വയസ്സ് മുതൽ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമുക്കൊരു 18 years 20 years കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്ത് തുടങ്ങാം. കാരണം വെച്ചാൽ ഈ നമ്മളൊരു പ്രശ്നം വന്നിട്ട് അത് പിന്നെ ചികിത്സിക്കാൻ നിൽക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അതിന് മുന്നേ അത് ട്രീറ്റ് ചെയ്യുന്ന, അതിന് മുന്നേ അത് നമ്മൾ കണ്ടുപിടിച്ചതാവുന്നതാണ്. അപ്പോൾ ഈവൻ കൊളസ്ട്രോൾ കൂടുതലല്ലാന്നുണ്ടെങ്കിലും നമുക്കത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായകമാവും. മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഓഫ് കോഴ്സ് അത് പ്രിവെൻറ്റ് ചെയ്യാനും ഇതിനും പറ്റും ചെയ്യും. ഈ 21 വയസ്സിനും ഒക്കെ താഴെ നമുക്ക് സാധാരണ പഠനങ്ങളും കുറവാണ്, ഗുളികകളുടെയും മറ്റും ഇതുള്ളത്. 30 വയസ്സിന് താഴെ തന്നെ പഠനങ്ങൾ വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് ഗുളികയ്ക്ക് ഈ ചെറിയ പ്രായങ്ങളിലുള്ള ഡോസ് അത്ര ഒരു ടെസ്റ്റഡ് അല്ല. അപ്പം ഒരു 18-20 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്തു തുടങ്ങാം. എന്നിട്ട് കൊളസ്ട്രോൾ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം, ഇടയ്ക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നമസ്കാരം ഡോക്ടർ. എവിടുന്ന? സജി എന്നാണ്. പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് കൊളസ്ട്രോൾ 185 ഉണ്ട്. കഴിഞ്ഞ ദിവസം പരിശോധിച്ച് നോക്കിയപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ആണ്. അതെ. അപ്പൊ അത് കൂടുതലാണോ, അത് നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ടോ? അല്ല, അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റാണത്. അതായത് LDL കൊളസ്ട്രോളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ 185 എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ LDL കൊളസ്ട്രോൾ നോർമൽ ആവുന്നുള്ളൊരു അനുമാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിയന്ത്രിക്കണം വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടാണ്ടാൻ തന്നെയാലും ഇപ്പം ഈ ഒരു ലെവലിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുകയായിരിക്കും നല്ലത്. റെഗുലറായിട്ടൊരു ചിട്ടയായ വ്യായാമവും ഭക്ഷണ രീതിയും ഫോളോ ചെയ്താൽ മാത്രം മതി. തടി ഉണ്ടെങ്കിൽ തടി കുറയ്ക്കാൻ ശ്രമിക്കുക, അത് മാത്രം മതിയാവും. BP കുറെ നാളുകളായിട്ട് BP ഉണ്ട്. അപ്പൊ എത്ര വയസ്സായി? BP 43 വയസ്സായി. BP 140, അത് പിന്നെ കുറയും, പിന്നെ 140ലേക്ക് വരും. അങ്ങനെ കൺട്രോളിൽ പോകുന്നുണ്ട്. അല്ല, ഇവിടെയാണ് പ്രശ്നം. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇദ്ദേഹത്തിന് കൊളസ്ട്രോളും കൂടുതലായിരുന്നു എന്ന് വയ്ക്കാം. അപ്പം 2 റിസ്ക് ഫാക്ടേഴ്സായി, അതായത് BP ആയി, കൊളസ്ട്രോളും ആയി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം. നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഈ മറ്റേ സ്ട്രോക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസുകൾ കൂടുതലുള്ള ഗ്രൂപ്പിലാണ് വരുന്നത്. ഇപ്പോൾ BP മാത്രമോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ മാത്രമോ ഉള്ള ആളെക്കാൾ കൂടുതൽ 2 കൂടി വരുമ്പോഴാണ്. ഇദ്ദേഹത്തിന് കൊളസ്ട്രോൾ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
അതായത് നമുക്കൊരാളുടെ കൊളസ്ട്രോൾ ലെവൽ എത്രത്തോളം താഴ്ത്തണം എന്ന് തീരുമാനിക്കണം അദ്ദേഹത്തിൻ്റെ ഓവറോൾ റിസ്ക് വെച്ചിട്ടാണ്. മനസ്സിലായി? ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക്, അപ്പോൾ 3 എണ്ണമായി. ഡയബറ്റീസ് ആകുമ്പോൾ തന്നെ സ്വതവേ തന്നെ റിസ്ക് കൂടുതലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഇതിലല്ല പറഞ്ഞത്, ഒരു ജനറൽ ഇതിൽ പറഞ്ഞാണ്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം BP കൺട്രോൾ വയ്ക്കുക, ചിട്ടയായിട്ടുള്ള വ്യായാമം, ഭക്ഷണ രീതി, അത് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് റോണി തോമസ്. ഞാൻ വിജയവാഡ വിളിക്കുന്നത്, ആന്ധ്രാപ്രദേശ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് 43 വയസ്സായി. ഞാന് 2-3 വർഷമായിട്ട് ലിപ്പിഡ് പ്രൊഫൈല് 3-4 മാസം കൂടുമ്പോൾ ചെയ്യാറുണ്ട്. എന്റെ LDH എന്നും ഹൈ ആ വരുന്നത്. LDL കൊളസ്ട്രോള് ഇപ്രാവശ്യം ഞാൻ ചെയ്തത് 4-ാം തീയതിയാ ചെയ്തത്. 160.8 ഉണ്ട്. എന്റെ ടോട്ടൽ കൊളസ്ട്രോൾ 218 ആണ്. ട്രൈഗ്ലിസറൈഡ് 71. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. എന്റെ HDL കൊളസ്ട്രോൾ 43. സ്ത്രീകളുടെ പറഞ്ഞോളൂ. ബാക്കി എനിക്ക് ഷുഗറോ അങ്ങനെ വേറെയുള്ള കുഴപ്പങ്ങളോ ഒന്നുമില്ല. അല്ല, ഇത് വെയിറ്റ് 65 ആണ്. ഇപ്പോൾ ഗുളിക കഴിക്കുന്ന ആളാണോ? അല്ല, ഗുളികകളൊന്നും കഴിക്കുന്നില്ല. ഓക്കെ. റെഗുലർ എക്സസൈസ് ഉണ്ടാവില്ല ആണല്ലേ? എനിക്ക് സ്പൈനൽ കോഡിന് ചെറിയ പ്രോബ്ലം ആയിട്ട് ഞാനിപ്പോ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എക്സസൈസ് മുടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു ലിപ്പിഡ് പ്രൊഫൈൽ കണ്ടാൽ നമുക്കറിയാം എക്സസൈസ് അധികം ചെയ്യാത്തൊരു ഇതാണെന്ന്. കാരണം HDL കൊളസ്ട്രോൾ അവരുടെ കുറച്ചൊരു താഴത്തെ സൈഡിലാണ്. സ്ത്രീകൾ എപ്പോഴും HDL കൊളസ്ട്രോൾ പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടി മുകളിലാണ് നിൽക്കുന്നത്. മേ ബി ഒരു 45-50 റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. പുരുഷന്മാരെ ഒരു 40-45 റേഞ്ചിലേക്കാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഗുളികയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. റെഗുലറായിട്ട് എക്സസൈസ് ആണ് വേണ്ടത്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ പ്രോബ്ലം ഈ സ്പൈൻ പ്രശ്നമുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. മുട്ടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ, അങ്ങനത്തെ പല കാരണം കൊണ്ടും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സസൈസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എക്സസൈസ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റാതിരിക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് യോഗ, ശ്വസനക്രിയകൾ, അങ്ങനത്തെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾ അസംബ്ലിയിലൊക്കെ നിന്നിട്ട് ചെയ്യുന്ന പോലെ PT എക്സസൈസ് ഉണ്ടല്ലോ, നിന്നിട്ട് ചെയ്യാം. അതായത് നമുക്ക് സ്ട്രെയിൻ കൊടുക്കാതെ ചെയ്യാവുന്നത്. അത് ഒരു ഡോക്ടറെ അടുത്ത് സമീപിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ ഭക്ഷണ രീതി ക്രമീകരിക്കുക, എക്സസൈസും. ഈ കൊളസ്ട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് അടിസ്ഥാനം ഭക്ഷണവും റെഗുലറായിട്ടുള്ള എക്സസൈസുമാണ്. പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക. അതുകൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ മാത്രമേ ഗുളികകൾക്ക് ഇൻഡിക്കേഷൻ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിരിക്കണം. അല്ലാതെ ഗുളികയല്ല ഈ കൊളസ്ട്രോളിൻ്റെ അടിസ്ഥാന ട്രീറ്റ്മെൻറ്റ്. ഏത് റെക്കമെൻഡേഷൻ ഏത് സൊസൈറ്റിയുടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിതചര്യകളുടെ വ്യത്യാസം, ഭക്ഷണം, റെഗുലർ എക്സസൈസ്, അതിൽ തീരാത്ത പ്രശ്നങ്ങൾക്ക് മാത്രമേ ഗുളികയ്ക്ക് റോളുള്ളൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. കൊളസ്ട്രോളിനും അതിനുള്ള പ്രതിവിധികളെയും കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി. താങ്ക് യു.